നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇതാ നിങ്ങളുടെ രാജാവ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു അവനോട്, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവനധികം പാപം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്ത് കൊണ്ടുവന്നു കൽത്തളമെന്നും ഗബ്ബത എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹ ഒരുക്കനാൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവർ കൊന്നുകളക, അവനെ കുരിശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾ കൈസറല്ലാതെ മറ്റാരും രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ കുരിശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിസ്താര സമയത്ത് യേശുവിനോട് പീലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ട്. നീ എന്താ മൗനമായിരിക്കുന്നത്? നീ എൻ്റെ പ്രതിവാദം പറഞ്ഞാൽ ജനങ്ങൾ അത് കേൾക്കും, അവർക്കത് മനസ്സിലാകും, എനിക്ക് എളുപ്പമാകും വിട്ടയക്കാൻ. നീ എന്താണ് മൗനമായിരിക്കുന്നതെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ നിനക്കൊരു അധികാരവുമില്ല. സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് അധികാരം തന്നിട്ടുള്ളതും അതുപോലെ നീ എന്തു പറയണം എന്ന് തീരുമാനിക്കുന്നത്. നിനക്കെന്നെ എത്ര ശ്രമിച്ചാലും വിട്ടയക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത് സ്വർഗസ്ഥനായ പിതാവ് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ് യേശുവോട് പറയുന്നത്. പക്ഷേ യേശു ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. അത് പീലാത്തോസിന് ഒരല്പം ആശ്വാസം നൽകാൻ വേണ്ടി പറഞ്ഞതാണെന്ന് കരുതാം. എന്നെ നിങ്ങൾ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട്. പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ കൊണ്ടുവന്നത് അന്നത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവാണ്. അദ്ദേഹം ഗർസമന മുതൽ യേശുവിനെ അല്ലെങ്കിൽ പൈസ കൊടുത്തതും അദ്ദേഹമാണല്ലോ. അതായത് യൂദയ്ക്ക് പൈസ കൊടുത്തതും ഇതിൻ്റെ പിന്നിൽ യേശുവിനെ നശിപ്പിക്കാൻ ആദ്യം മുതൽ ശ്രമിച്ചത് അന്നത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവാണ്. അപ്പം അദ്ദേഹം ഇതിൻ്റെ അടുക്ക കൊണ്ടുവന്നു. അദ്ദേഹം വിസ്തരിച്ചിട്ട് സാക്ഷികളെ കൊണ്ടുവന്നിട്ടൊന്നും ഒത്തുവന്നില്ല. അപ്പോഴാണ് യേശു കൈസർക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ള രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ഇവർ ഗൂഢാലോചന ചെയ്തിട്ട് പീലാത്തോസിൻ്റെ അടുക്ക വരുന്നത്. അപ്പോൾ പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ ഏൽപ്പിച്ചത് കൊണ്ടുവന്നത് അന്നത്തെ മഹാപുരോഹിതനാണ്. അപ്പോൾ യേശു ഇവിടെ പറയുകയാണ്, എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മഹാപുരോഹിതന്മാരാണെന്നുള്ളത് ഇതിനോടകം പീലാത്തോസ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ യേശു അത് ഉറപ്പിച്ച് പറയുകയാണ്. കൽത്തളം പീലാത്തോസിൻ്റെ നടുത്തളത്തിലേക്ക്, അവിടെ ഒരു സിംഹാസനമുണ്ട്. പീലാത്തോസ് അവിടെ ഇരുന്നിട്ട് യേശുവിനെ മധ്യത്തിൽ നിർത്തിയിട്ട് അവരോട് പറയുകയാണ്, ഇതാ നിങ്ങളുടെ രാജാവ്. പീലാത്തോസിന് ഉറപ്പായിരുന്നു, ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇത് വെറൊരു പ്രവാചകനല്ല, ഒരു ഉപദേഷ്ടാവല്ല, തീർച്ചയായിട്ടും ഇത് സ്വർഗത്തിൽ നിന്നും വന്ന പ്രത്യേകതയുള്ള ഒരാളാണെന്ന് പീലാത്തോസിന് കൃത്യം മനസ്സിലായി. കാരണം ഇതിനോടകം എത്രയോ കേസുകൾ അദ്ദേഹം വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ പ്രതികൾ പറയാവുന്നതെല്ലാം പറയും, കെഞ്ചും കരയും യാചിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രകോപനമില്ല. പീലാത്തോസിന് മനസ്സിലായി ഇത് ദൈവം മനുഷ്യനായതാണ്.
യഹൂദന്മാരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വന്നവനാണ് എന്ന് പീലാത്തോസിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതാ നിങ്ങളുടെ രാജാവ്. അപ്പോൾ അവരുടെ പ്രതികരണം കൊന്നുകളയുക, ക്രൂശിക്കുക. അപ്പോൾ ഈ പീലാത്തോസ് പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജാവിനെ കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ദൈവരാജ്യം തരാൻ വന്ന മശീഹയെ കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, വളരെ തുറുപ്പ് ചീട്ട് അവരെടുക്കുകയാണ്, ഞങ്ങൾക്ക് കൈസറല്ലാതെ രാജാവില്ല, ഇവൻ കൈസറോട് മത്സരിക്കുന്നവനാണ്, നീ അവനെ വിട്ടയച്ചാൽ നീ കൈസറുടെ സ്നേഹിതനല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, സത്യം അറിഞ്ഞിട്ടും യേശു ആരാണെന്ന് അറിഞ്ഞിട്ടും പീലാത്തോസ് തൻ്റെ സ്ഥാനത്തെ മോഹിച്ച്, പദവിയെ മോഹിച്ച്, അല്ലെങ്കിൽ തൻ്റെ ജോലിയെ സ്നേഹിച്ച് മനസ്സില്ലാ മനസ്സോടെ യേശുവിനെ കുരിശിക്കാൻ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനത്തെ ഹതഭാഗ്യർ പീലാത്തോസിനെ പോലെ ധാരാളമുണ്ട്. അവർക്കറിയാം, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അവര് ജനത്തെ പേടിച്ചോ, ജനത്തെ സ്നേഹിച്ചോ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സ്നേഹിച്ചോ, അവരെ പേടിച്ചോ, മത നേതാക്കളെ പേടിച്ചോ, അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചോ ഈ രക്ഷ അവഗണിക്കുന്ന ആളുകൾ വളരെയാണ്. പീലാത്തോസ് അറിഞ്ഞിട്ടും ധീരമായ ഒരു സ്റ്റെപ്പ് എടുക്കാതെ മനസ്സില്ലാ മനസ്സോടെ യേശുവിനെ കുറിച്ച്. ഹെരോദാവ് അങ്ങനെയാണ്. യോഹന്നാൻ സ്നാപകൻ അതായത് മശീഹയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് എന്ന് കൃത്യം ഹെരോദാവിന് മനസ്സിലായി. ഹെരോദാവിൻ്റെ പാപത്തെ ഹെരോദാവിനോട് നേരിട്ട് യോഹന്നാൻ പറഞ്ഞിരുന്നു, ഇത് ശരിയല്ല. അതുകൊണ്ടാണ് ഇത് അധികം പരക്കാതിരിക്കാൻ, ആളുകൾ അറിയാതിരിക്കാൻ ഇദ്ദേഹം തടയിട്ടുകൊണ്ട് ഹെരോദാവ് യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയത്. പക്ഷേ യോഹന്നാനെ കുറിച്ച് കേട്ടതിൻ്റെയും കണ്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണെന്ന് ഇയാള് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ഡാൻസ് ഉണ്ടായതും ഇദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടാൻ വിധിക്കേണ്ടി വന്നത്. അതുപോലെയാണ് പീലാത്തോസ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ അറിഞ്ഞിട്ടും കർത്താവിനെ സ്നേഹിക്കാത്ത, കർത്താവിനായി ജീവിക്കാൻ മനസ്സ് വെക്കാത്ത ഒരുപാട് ഭീരുക്കൾ ഉണ്ടായി. പീലാത്തോസ് അറിഞ്ഞിട്ടും ധൈര്യത്തോടെ കർത്താവിനായി നിലകൊണ്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷ അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ മഹാവിരോധൻ്റെ ശിക്ഷയുടെ അത്രയും വരികയില്ല എന്നാണ് യേശു പറഞ്ഞത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകും.